കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് അതറിയാൻ വേണ്ടി നമ്മൾ എല്ലാ ജില്ലയിലും പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ അങ്ങനെ ആദ്യം വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ സലീം ഹോട്ടലിലെ മട്ടൻ കറി കഴിക്കാൻ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തായിരുന്നു കമന്റിൽ. മട്ടൻ കറിയോ ഉള്ളല്ലേ? ഒരൈറ്റം ഉള്ളല്ലേ മട്ടൻ കറിയോ? അതെന്തിന്റെ കൂടെ? 4 മണിയാവുമല്ലേ? അരിപ്പത്തിരിയും മട്ടൻ കറിയും. ഓക്കെ. ഇന്ന് നമുക്ക് മട്ടൻ ഫ്രൈയോ മട്ടൻ ബിരിയാണിയോ ഒന്നും ഇല്ല ഇവിടെ. ഇന്ന് ആകപ്പാടുള്ള മട്ടൻ കറിയും അരിപ്പത്തിരിയാണുള്ളത്. അപ്പോൾ നമുക്ക് മട്ടൻ കറി അരിപ്പത്തിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിഷ്വൽ ട്രീറ്റും ടേസ്റ്റും മണവും പക്ക. മീറ്റൊക്കെ നല്ല സോഫ്റ്റാണ്. എനിക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫുഡിന് 4.5 കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞും ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോകുന്നുണ്ട്. ഒരുപാട് പേര് കമന്റ് ഇട്ട ഒരു കടയിൽ നമ്മൾ പോകുന്നുണ്ട്. പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും വരെ ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കാറുണ്ടെന്ന് മേടിക്കാൻ. നമുക്ക് നോക്കാം അത് അത്രയ്ക്കും വെറുത്താണെന്ന്. അടുത്ത നമ്മൾ പോകുന്നത് ഫയൽവാൻ ഹോട്ടലിലാണ്. ഇവിടുത്തെ മട്ടൻ വിഭവങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫയൽവാനിൽ പോയി നമുക്ക് മട്ടൻ വിഭവങ്ങൾ കഴിക്കാം. ചുമ്മാ നല്ല കഴിച്ച് ഇതിനെ ഫയൽവാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഫയൽവാൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ മെയിൻ ഫയൽവാൻ. റെസ്റ്റോറൻറ്റിൽ വിളമ്പാൻ നിൽക്കുന്നത് ഫയൽവാനാണെന്ന് സംശയമുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് എന്നും ഇവിടെ ഫുഡില്ല. എന്നും മറ്റേ ചിക്കൻ ഫ്രൈ മട്ടൻ ഫ്രൈയും കാര്യങ്ങളൊന്നും ഇല്ല. മട്ടൻ കറി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് അറിഞ്ഞോളൂ. അവിടെ ചെന്നപ്പോഴും മട്ടൻ കറി മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, നമ്മുടെ പൊറോട്ടയും മട്ടൻ കറിയും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ് കേട്ടോ. ഇങ്ങനെ പൊതിയുക, മുക്കുക, അടിക്കുക. കൊള്ളാം. സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്. കുറച്ച് ബീഫിൻ്റെ ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ബീഫിലാണോ കറി മാറിപ്പോയോ? ടേസ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ സലീം ഹോട്ടലിലെ കണക്ക് അത്രയും ഒരു ടേസ്റ്റ് എനിക്ക് ഇവിടെ തോന്നിയില്ല. ഇവിടുത്തെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ആവറേജ് മട്ടൻ കറി. അതുകൊണ്ട് ഞാനൊരു 3.5 മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ വന്നിട്ടുണ്ടെന്നാണ്. നമ്മൾ പ്രകൃതി രമണീയമായ. അപ്പോൾ നമ്മളെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് കുറേ കമൻസ് ഇട്ടിരുന്നായിരുന്നു. താണ്ട ഈ നാടകമാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അടിപൊളി സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. നമുക്കിനി ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കാടമുട്ടയുണ്ട്. ആംബിയൻസ് ഒക്കെ കൊള്ളാം കേട്ടോ. എനിക്ക് ഇതുവരെ കയറിയ കടയിലെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൈസ കുറച്ച് അതാണ് നല്ല തണുപ്പ്. പിന്നെന്താ പറയുന്നത്, കണ്ടത് പ്രകൃതി രമണീയത. അപ്പോൾ ഒരു പ്ലേറ്റ് 2 പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റ്, അത് മാത്രം മതി. ഇവരാണ് ഗായ്സ് നമ്മുടെ ടെസ്റ്റർ. എന്താ പറയുള്ളത്? വീഡിയോ എടുക്കരുത്. ഇതിൻ്റെ കൂടെ ചായ കൂടെ പറയാം. ഇതിന് പൈസ ഇല്ലാതെ വരുമോ? പൈസ ഒന്നുമില്ല. ഇതിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ബാക്കിൽ സ്ഥലമുണ്ട്. അപ്പോൾ ഇവരെ അങ്ങോട്ട് നമ്മളെ സാധനം എന്നാ എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഒരു ബീറോ എടുത്തു. ബീറോൾ നല്ല ചൂട്. ഇച്ചിരി മുക്കിയിട്ട് പൊതി വീഴം വന്നേ. വേണതാനോ? ഞാൻ പോയി അവിടുന്ന് 4 അരിപ്പത്തിരിയും ഒരു മട്ടൻ കറിയും കഴിച്ചു. ഇപ്പുറത്ത് പോയി 2 പൊറോട്ട, ഒരു മട്ടൻ കറി കഴിച്ചു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പൊറോട്ട ബീഫ് കറി കഴിക്കുന്നു. ഇനി പോയി ചാവെന്നാണ്. സൂപ്പറാണ്. പൊറോട്ട ബാക്കി കഴിക്കാൻ ബിരിയാണി കഴിക്കണം. എൻ്റെ അച്ഛനെ വിളിച്ചാൽ മതി. പുള്ളി അവിടെ നിന്ന് വരുമ്പോഴേ സമയമാവും. ഞാൻ നിൻ്റെ ചായ കുടിച്ചു. 2 പൊറോട്ട. ഞാൻ എങ്ങോട്ട് പോകും? എടാ നീ കഴിക്കണ്ടതാ. ഇത് എൻ്റെ പൈസ മുടിപ്പിക്കാൻ വന്നതാ. ആ 2 പൊറോട്ടയുടെ പൈസ നീ കൊടുക്കണം. ബീഫിന് ചെറിയ കടയാണെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 out of 5 റേറ്റിംഗ് കൊടുക്കുന്നതിന്. അടുത്തത് സെയിൻഫില ബിരിയാണി. ബിരിയാണി ഉണ്ടോ കഴിക്കാൻ? ബിരിയാണി തീർന്നു ഗായ്സ്. ഇനി 6 മണി കഴിഞ്ഞേ ഉള്ളൂ. നമുക്ക് 6 മണി കഴിഞ്ഞ് വരാം. നമുക്ക് തൽക്കാലം മന്തി മത്സരം ഇപ്പോഴും മന്തി ട്രൈ ചെയ്യാം. ഓക്കെ.
എങ്ങോട്ട് നീങ്ങണ മാറി ശാന്ത. ഒരു ക്വാർട്ടർ മതി, ഒരെണ്ണം മാത്രം മതി. നല്ലവരാ, നമുക്ക് ചെസ് പീസ് തന്നു. വേണ്ട, എനിക്കൊന്നും വേണ്ടല്ലോ. എന്നാ മുടങ്ങ്. ടൊമാറ്റോയും കൂടെ ഇട്ട് കുഴച്ചിട്ട് ഒരു പിടി. ഉപ്പ് കൊടുക്കാം. ടു ബി ഹോണസ്റ്റ്, ഞാൻ എൻ്റെ ഫേവററ്റ് മന്തി സ്പോട്ട് മന്തി മനസ്സിലാണ്. 50 മുട്ട കഴിക്കുന്ന ചേട്ടൻ എപ്പോൾ പറഞ്ഞു? അവിടെ പറയുന്നു. ആണോ? 50 മുട്ട പേക്കാക്കളെ, അത് കള്ളനാണ്. എനിക്ക് ഇവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മന്തിക്ക് 4.2 കൊടുക്കുന്നുണ്ട് ഔട്ട് ഓഫ് 5. 6 മണിക്ക് ബിരിയാണി ആവുമെന്ന് പറഞ്ഞ് നമ്മൾ 6 മണിക്ക് ഇവിടെ വന്ന് 6:15 കഴിഞ്ഞാൽ വന്നത്. എന്നിട്ട് വീണ്ടും പറഞ്ഞ് ഇനി 1/4 മണിക്കൂർ കഴിയുമെന്ന്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ ഒരു സാധനമുണ്ട്, മരുന്ന് ബീഫ്. അന്ന് ബീഫ് മാത്രമാണത്. ബീഫും പൊറോട്ടയും കിട്ടും മരുന്ന് ബീഫ് എന്ന് പറയുമ്പോൾ. അത് 10 മണിവരെ ഉള്ളു, വെളുപ്പിനെ 10 മണി. എത്ര മണി തൊട്ടാ? രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഉള്ളു. അതിനുള്ളിൽ അവർ വിറ്റ് തീരും. മരുന്ന് ബീഫ് കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയാം. എല്ലാവരും കമന്റ് ബോക്സ് വന്നിട്ട് അതാ പറയുന്നത്. നമുക്ക് അത് കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ രാവിലെ 7 മണിക്ക് കടയിൽ വന്ന് അപ്പോൾ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നിപ്പുണ്ട്. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഗൂഗിൾ പേ ഇല്ലെന്ന്. ഞാനൊന്ന് ATM പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ ആളെല്ലാം കൂടി. ബീഫും പൊറോട്ടയൊക്കെ ആയി കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് കൂടുന്നവരെ പുള്ളിക്കാരൻ ഫുഡ് കൊടുത്ത് തുടങ്ങത്തില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 9 മണി വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്, മൈക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മരുന്ന് ബീഫ്, എല്ലാവരും പറയുന്ന മരുന്ന് ബീഫ്. അതിരാവിലെ ഉറക്കവും കളഞ്ഞ് വന്ന് ക്യൂ നിന്ന് മേടിച്ച സാധനമാണ്. ഇതെങ്ങാനും കൊള്ളത്തില്ലെങ്കിൽ എൻ്റെ കുണം മറന്നു. ഏലക്കയൊക്കെ ഉണ്ട്, നല്ല മണമാണ്. സംഭവത്തിന് മണം തന്നെ അടിപൊളിയാ. ആഹാ ആഹാ, എൻ്റെ വായിന്ന് വെള്ളം പോകുന്നു. എനിക്ക് 3 പൊറോട്ട ഒരു സെറ്റ് അല്ലേ? ഒരു സെറ്റ് 4 പൊറോട്ട ഉണ്ട് കേട്ടോ. ഒരു സെറ്റ് പൊറോട്ട നല്ല ക്രിസ്പി പൊറോട്ടയാണ്. അതിൻ്റെ ഗ്രേവി എല്ലാം കൊടുത്തിട്ട് കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ബീഫ് പൊറോട്ട ആണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ്. നല്ല പൂരിയൊക്കെ ഇല്ല, അത് കണക്കുള്ള പൊറോട്ട, നല്ല പൂരി ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ എല്ലാ ആൾക്കാരും കൊണ്ട് വരുന്ന സാധനം കൊള്ളാം. ഇതുവരെ കഴിച്ചു വെച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം. ഇതിലായോ സംഭവം കൊള്ളാം, നല്ല വെറൈറ്റി സാധനം, മസ്റ്റ് ട്രൈ ആണ്. അതുകൊണ്ട് തന്നെ 4.5 ഞാനിത് കൊടുക്കുന്നു. നിങ്ങൾ കമ്മിനിട്ട ടോപ്പ് 5 പ്ലേസസിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരാൾക്ക് ഫസ്റ്റ് പ്ലേസ് കൊടുത്തേ പറ്റൂ. ഈ കഴിച്ച 5 ഫുഡ് സ്പോട്ടിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് സലീം ഹോട്ടലിലെ മട്ടൻ കറിയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് സലീം ഹോട്ടലിലെ മട്ടൻ കറി. ആൾക്കാരൊക്കെ നോക്കുന്ന വണ്ടി നിർത്തിയിട്ട് നോക്കുന്നു. മരുന്ന് ബീഫ് കഴിച്ചിട്ട് എനിക്ക് തലയ്ക്ക് പിടിച്ച്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പം അവിടുത്തെ അടിപൊളി മെയിൻ ഫുഡ് സ്പോട്ട് മെൻഷൻ ചെയ്യുക.